സഹോദരങ്ങളെ, 1227 ഷന്തോണിസിന്റെ സെന്റ് ആന്റണീസ് പാതുവാൽ ഷന്തോണിസിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ്. റിമീനിയായിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ബോൺവില്ലോ എന്ന് പറയുന്ന ഒരു യഹൂദൻ, അന്ന് ഈ അൽബിജീസിയൻ പാഷാണ്ഡത സഭയിൽ ഒരുപാട് വർദ്ധിച്ചൊരു കാലഘട്ടം. ഈ ബോൺവില്ലോ എന്ന യഹൂദൻ ഒരു നാസ്തികനാണ്, ദൈവനിഷേധിയായ ദൈവദൂഷകനായ ഒരു മനുഷ്യൻ. അദ്ദേഹം പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിന്റെ സാന്നിധ്യത്തെ തള്ളിപ്പറഞ്ഞു. ഇത് ഒരു അപ്പക്കഷ്ണമാണ്, ഇത് യേശുവിന്റെ ശരീരമോ രക്തമൊന്നുമല്ല, ഇത് ഒരു അപ്പക്കഷ്ണം, ഇത് ഇന്ന പൊട്ടത്തര പറയും, ഇത് ഒരു അപ്പക്കഷ്ണമാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അന്തോണീസും ഈ ബോൺവില്ലിയും തമ്മിൽ അവരൊരു വാദത്തിൽ ഏർപ്പെടുകയാണ്. എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന് നല്ലൊരു കഴുതയുണ്ട്. അദ്ദേഹം പറയും, 3 ദിവസം ഞാൻ ഈ കഴുതയെ പട്ടിണിക്കിടും, 3-ാം ദിവസം ഈ കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റയുമായിട്ട് ഞാൻ വരും. ഈ സമയത്ത് അന്തോണീസിനോട് പറഞ്ഞു, താങ്കൾ പരിശുദ്ധ കുർബാന എന്ന് വിളിക്കപ്പെടുന്ന അപ്പക്കഷ്ണമായിട്ട് നിങ്ങൾ വരണം. എന്റെ കഴുത അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ തിന്നാതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അത് കുമ്പിട്ട് കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കാം. ഇത് അപ്പകഷ്ണമല്ല, കർത്താവായ യേശുവിന്റെ ജീവനുള്ള ശരീരവും രക്തവുമാണ് ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, 1227 ഒരു മെയ് മാസത്തിൽ എന്റെ സഹോദരങ്ങളെ, ഇതാ ജനം മുഴുവൻ ഇത് അറിഞ്ഞ് ആ പട്ടണത്തിൽ 1000 തടിച്ചുകൂടിയിരിക്കുകയാണ്. ബോൺവില്ലോ തന്റെ പ്രിയപ്പെട്ട കഴുതയുമായി വന്നിരിക്കുന്നു. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, മാറി കെട്ടിയിട്ടിരിക്കുകയാണ്. അന്തോണീസ് പരിശുദ്ധ കുർബാനയുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ അന്തോണീസ് ഈ കഴുതയെ നോക്കിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. എന്റെ ദൈവമേ, എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞോ? ആ കഴുതയെ കുറിച്ച് പ്രകാരം പറഞ്ഞത്, ഏറ്റവും അയോഗ്യനായി ഞാൻ എന്റെ കൈകളിൽ വഹിച്ചിരിക്കുന്ന സൃഷ്ടാവിന്റെ യോഗ്യതയാലും അവിടുത്തെ നാമത്തിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, വേഗത്തിൽ മുന്നോട്ട് വന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ, വേഗത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ ആദരവോടും കൂടെ നിന്റെ കർത്താവിനെ ആരാധിക്കുക. ആരുടെ പറ? കഴുതയോടെ പറയണേ, ആരാധിക്കുക. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അൾത്താരയിലെ പുരോഹിതന്റെ കൈകളിൽ വഹിക്കുന്ന തിരുവോസിയിൽ അധിവസിക്കുന്ന തങ്ങളുടെ സൃഷ്ടാവിന്റെ മുൻപിൽ എല്ലാ സൃഷ്ടികളും കുമ്പിട്ട് വണങ്ങണമെന്ന് നാസ്തികന്മാരും നിരീശ്വരവാദികളും ദൈവനിഷേധികളും തിന്മ പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കട്ടെ എന്ന് സെന്റ് ആന്റണീസ് അങ്ങ് പ്രവചനാത്മാവിൽ കൽപ്പിച്ച നിമിഷത്തില് ഈ കഴുത എന്താ ചെയ്തെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, അതിന്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ആ നാസ്തികനാണ്, ഇത് അന്തോണീസ് വരുന്നു. ആ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് നോക്കിക്കാണും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആ കഴുതിക്ക് ആ പുല്ലൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഈശോയെ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവരത് വാദം വെക്കുക, അവര് കളിയാക്കുക. പലരും ബോൺവില്ല പറയാണ്, റെഡി, ഐ ആം റെഡി. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവർ, ദിവസം വന്നെത്തി കഴുതിയെ കൊണ്ടുവരുന്നു. 100 ആൾക്കാർ വട്ടം കൂടി നിൽക്കുകയാണ്. നോക്കിയേ, ഇതാ പരിശുദ്ധ കുർബാനയുമായി അന്തോണീസ് വരുന്നു, ജനം മുട്ടുകുത്തുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ സമയത്ത് അന്തോണീസ് കൽപ്പിക്കും കഴുതയോട്. ഉടനെ കഴുത അയാൾ ആ പുല്ലും കൊണ്ടുവരും. നോക്കിയേ നിങ്ങള്, അവൻ കഴുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ കൊണ്ട് വെച്ചിരിക്കുക. എന്നാൽ ആ കഴുത എന്താ ചെയ്യുന്നത്? കഴുത അത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, തന്റെ പ്രിയപ്പെട്ട തീറ്റ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഹൃദയ കണ്ണുകൾ തുറന്ന് നോക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്റെ സഹോദരങ്ങളെ, ആ കഴുത ജീവനുള്ള കർത്താവിനെ ആരാധിക്കുകയാണ്. ആ പ്രാണി കഴുതയ്ക്ക് പോലും മനസ്സിലായി, ഇതൊരു അപ്പകഷ്ണമല്ല, ഇതൊരു മോസ്തി കഷ്ണമല്ല, ഇത് ജീവിക്കുന്ന കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. നോക്കിയ നിങ്ങൾ,
മുട്ടുകുത്തി. അയാൾ ഞെട്ടിവിറച്ചു. ജനം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അയാൾ ഏറ്റുപറഞ്ഞ വിശ്വാസേറ്റു. അയാൾ വലിയ ക്രിസ്തു വിശ്വാസിയായി. കണ്ടു, ഇതാ ബോൺവില്ലോ മുട്ടുമടക്കുന്നു. ഹല്ലേലൂയ.